ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 10ാമത്തെ ശ്ലോകം നോക്കാം. മുനീന്ദ്രൈരിത്യാദിസ്തവനമുഖരൈർമോദിതമനാ മഹീയസ്യാമൂർത്യാ വിമലതരകീർത്യാ ച വിലസൻ സ്വധിഷ്ണ്യം സംപ്രാപ്തഃ സുഖരസവിഹാരീ മധുരിപോ നിരുന്ധ്യാരോഗം മേ സകലമപി വാതാലയപതേ. ഇനി നമുക്ക് അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. ആദ്യത്തെ ഒരു വരി മുഴുവനും തന്നെയും ചേർത്ത് വായിക്കേണ്ടതാണ്. നമുക്കത് പിരിച്ച് അതിൻ്റെ വാക്കുകൾ പറഞ്ഞു നോക്കാം. മുനീന്ദ്രൈരിത്യാദി സ്തവനമുഖരൈർമോദിതമന. മുനീന്ദ്രൈഹി ഇത്യാദി സ്തവനമുഖരൈഹി മോദിതമന. ഇങ്ങനെ 4 വാക്കുകൾ ചേരുന്നതാണ് മുനീന്ദ്രൈരിത്യാദി സ്തവനമുഖരൈർമോദിതമന. മുനീന്ദ്രൈഹി എന്ന് പറഞ്ഞാൽ ഈ മഹർഷി ശ്രേഷ്ഠന്മാരാൽ, ഇത്യാദി ഇപ്രകാരം, സ്തവനമുഖരൈഹി പ്രകീർത്തിക്കപ്പെടുന്ന, ഭഗവാനെ അങ്ങയെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ മുനിമാർ. അപ്പോൾ അങ്ങനെ സ്തുതിക്കപ്പെടുന്ന അല്ലെങ്കിൽ പ്രകീർത്തിക്കപ്പെടുന്ന മോദിതമനാഹ സന്തുഷ്ടചിത്തനായ, മോദം എന്നാൽ സന്തോഷം, മോദിതമന വളരെ സന്തുഷ്ടചിത്തനായ, മഹീയസ്യ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുപ്പം കൂടിയ ശരീരത്തോടു കൂടിയ. ഇവിടെ ഭഗവാൻ ആ വരാഹരൂപത്തിൽ നമ്മൾ കണ്ടിരുന്ന എത്രമാത്രം വളർന്നിരുന്നു ഭഗവാൻ, എത്രമാത്രം വലിയ രൂപം സ്വീകരിച്ചിട്ടാണ് ഭഗവാൻ പോയി രസാതലത്തിൻ്റെ അടിത്തട്ടിൽ പോയി ആ ഭൂമിദേവിയെ ഉയർത്തിക്കൊണ്ട് വന്നതെന്ന്. ഇനിയും അല്ലെങ്കിൽ തന്നെയും ഭഗവാനെ അങ്ങയുടെ ആ രൂപത്തെ, അതിൻ്റെ ആ വലിപ്പത്തെ ആർക്കാണ് അറിയാൻ കഴിയുന്നത്? അത്രമാത്രം വലുപ്പം കൂടിയതാണ് അങ്ങയുടെ ആ ഒരു രൂപമില്ലാത്ത അങ്ങയുടെ മഹത്വത്തിൻ്റെ രൂപം. അപ്പോൾ അങ്ങനെയുള്ള മൂർത്തിയ രൂപത്തോടും വിമലതര കീർത്തിയ വളരെ പരിപാവനമായ കീർത്തിയോടും വിലസൻ ശോഭിക്കുന്ന. അപ്പോൾ ഈ മഹർഷി ശ്രേഷ്ഠന്മാരൊക്കെ ഭഗവാനെ അങ്ങയെ യജ്ഞസ്വരൂപനായി കണ്ടുകൊണ്ട് അങ്ങയെ ഇവിടെ പലതരത്തിലും അങ്ങയുടെ ഓരോ അംഗോപാംഗങ്ങളെയും അവരിരുന്ന നിറഞ്ഞ മനസ്സോടുകൂടി, തെളിഞ്ഞ മനസ്സോടുകൂടി അല്ലയോ ഭഗവാനെ അത്യധികം മോദത്തോടുകൂടി സ്തുതിച്ചു കൊണ്ടിരുന്നപ്പോൾ അങ്ങനെ പ്രകീർത്തിക്കപ്പെടുന്നതായിട്ടുള്ള അങ്ങ് വളരെ സന്തുഷ്ടചിത്തനായി, ഈ ഇത്രയേറെ വലിപ്പമുള്ള അങ്ങ് വളരെയേറെ സന്തുഷ്ടചിത്തനായി ശോഭിക്കുന്ന, ആ പരിപാവനമായ കീർത്തിയോടുകൂടി ശോഭിക്കുന്ന അങ്ങ് ഭഗവാനെ സ്വധിഷ്ണ്യം എന്നാൽ സ്വധാമത്തെ, ആ വൈകുണ്ഠലോകത്തെ സംപ്രാപ്തഃ പ്രാപിച്ചവനും. അപ്പോൾ ഇവിടെ ഈ ഒരു ശ്ലോകം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം, വൈകുണ്ഠത്തെ പ്രാപിച്ചവൻ എന്ന് പറയുമ്പോൾ ഭഗവാൻ തൻ്റെ അവതാരോദ്ദേശ്യം പൂർത്തിയാക്കിയതിന് ശേഷം ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് മടങ്ങിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ വൈകുണ്ഠലോകത്തെ പ്രാപിച്ചവനും സുഖരസവിഹാരി, സുഖരസം, സുഖമുള്ള ഒരു രസം എന്ന് പറയുന്നത് അത് അനന്തമാണ്. ആ പരമാനന്ദത്തിൽ വിഹാരി, വിഹരിക്കുന്നവനായ. അപ്പോൾ ഭഗവാനെ ഇവിടെ
ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് പല തരത്തിലാണ് ഭഗവാനെ അങ്ങനെ വിശേഷിപ്പിക്കുന്നത്. ആദ്യം പറഞ്ഞു ഭഗവാൻ ഇങ്ങനെ മുനിമാരാലൊക്കെ സ്തുതിക്കപ്പെടുന്നത് കൊണ്ട് അത്യധികം സന്തുഷ്ടചിത്തനായിരിക്കുന്ന ഭഗവാനാണെന്ന് പറഞ്ഞു. അതിനുശേഷം പറഞ്ഞു വലിയ ശരീരത്തോടു കൂടിയവനാണ്, വലിപ്പത്തിൻ്റെ ഒരു മഹത്വം അവിടെ കാണിച്ചു. അതിനുശേഷം പറഞ്ഞു അത്യധികം പരിപാവനമായ കീർത്തിയോടു കൂടിയവനാണ് ഭഗവാൻ. പിന്നെയോ ആ വൈകുണ്ഠത്തെ പ്രാപിച്ചവനായിട്ടുള്ള ഭഗവാൻ. ആ വൈകുണ്ഠത്തിലാകട്ടെ അവിടെ ഒഴുകുന്ന ആ പരമാനന്ദ ലഹരിയാകുന്ന സമുദ്രത്തിൽ ആ പാലാഴിയിലല്ല, ആ ഭഗവാന്റെ വൈകുണ്ഠലോകം എന്ന് പറയുന്നത് തന്നെ പരമാനന്ദമാണ്. ആ പരമാനന്ദത്തിൽ വിഹരിക്കുന്നവനുമായ പിന്നെയോ മധുരിപോ, മധുവെന്ന അസുരന് വൈരിയായിട്ടുള്ള, രിപു എന്നാൽ ശത്രുവായിട്ടുള്ളവൻ അല്ലയോ ഗുരുവായൂരപ്പ. അങ്ങനെയുള്ള അവിടുന്ന് നിരുന്ധ്യ എന്നാൽ നീക്കിത്തരേണമേ, ഇല്ലാതാക്കി തരേണമേ. രോഗം എന്നാൽ അല്ലയോ ഭഗവാനെ. അപ്പോൾ ഇവിടെ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് തൻ്റെ രോഗസമൂഹങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ആ രോഗസമൂഹങ്ങളെ മേ എന്നാൽ എൻ്റെ, അതായത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിൻ്റെ രോഗസമൂഹങ്ങളെ ഇല്ലാതെയാക്കി തരേണമേ. എങ്ങനെ? സകലമപി, ഇവിടെ സകലമപി എന്ന് പറഞ്ഞാൽ സകലം അപി, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് സകലമപി. സകലമപി എന്ന് പറയാൻ കാരണം എല്ലാ രോഗസമൂഹങ്ങളെയും. അപ്പോൾ ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള എല്ലാ രോഗസമൂഹങ്ങളെയും, ബാഹ്യമായിട്ടുള്ളതാണ് ശരീരത്തിനേറ്റിരിക്കുന്ന ഈ വാതരോഗം, ആന്തരികമായിട്ടുള്ളതാണ് ഈ കാമക്രോധ ലോഭമോഹാദി രോഗങ്ങളൊക്കെയും. അപ്പോൾ എല്ലാ രോഗങ്ങളെയും എന്ന് എടുത്തു പറയാൻ കാരണം ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള എല്ലാ രോഗങ്ങളെയും നീക്കിത്തരേണമേ ഭഗവാനെ. വാതാലയപതേ, അല്ലയോ ഗുരുവായൂരപ്പ, എൻ്റെ എല്ലാ രോഗങ്ങളെയും അവിടുന്ന് നീക്കിത്തരേണമേ. നമുക്കുമൊക്കെ ഇത് തന്നെയാണ് ഭഗവാനോട് പ്രാർത്ഥിക്കാനുള്ളത്. നമ്മുടെയുമൊക്കെ എല്ലാ രോഗങ്ങളെയും, ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള എല്ലാ രോഗങ്ങളെയും അല്ലയോ ഭഗവാനെ അവിടുന്ന് നീക്കിത്തരേണമേ. അപ്പോൾ ഇവിടെ ഭഗവാനെ യജ്ഞസ്വരൂപനായി കണ്ടുകൊണ്ട് മുനിമാർ സ്തുതിച്ചപ്പോൾ ആ സ്തുതിയിൽ ഭഗവാൻ സന്തുഷ്ടചിത്തനായി. അങ്ങനെ ആ സന്തുഷ്ടചിത്തനായ ഭഗവാൻ തൻ്റെ സ്വധാമത്തിലേക്ക് തന്നെ മടങ്ങുകയും ചെയ്യുന്നു. ആ അവതാരത്തിൻ്റെ ഉദ്ദേശ്യം എന്തായിരുന്നോ അത് പൂർത്തീകരിക്കപ്പെട്ടതിന് ശേഷം അതിൻ്റെയും കൂടി ഒരു സൽക്കർമ്മത്തിൻ്റെ ഭഗവാന്റെ ഒരവതാരത്തെയും കൂടി പ്രകീർത്തിക്കാനുള്ള ഒരു അവസരം ഭഗവാനെ അങ്ങയുടെ ഭക്തർക്ക് അവിടുന്ന് വിട്ടുകൊടുത്തുകൊണ്ടാണ് അങ്ങ് സ്വധാമത്തിലേക്ക് മടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പരിപാവനമായ കീർത്തിയോട് കൂടിയവനായിട്ടാണ് അങ്ങ് അവിടെ വിലസുന്നത്. അങ്ങയുടെ ആ ഒരു വലുപ്പം, അങ്ങയുടെ ശരീരത്തിൻ്റെ രൂപമില്ലാത്ത അങ്ങയുടെ ആ ഒരു മഹാത്മ്യത്തിൻ്റെ വലിപ്പം അത് പറയാവതല്ല ഭഗവാനെ. പിന്നെയോ അങ്ങനെ സ്വധാമത്തിലേക്ക് വൈകുണ്ഠലോകത്തെ പ്രാപിച്ചവനായ ഭഗവാനെ അങ്ങാകട്ടെ, നമുക്ക് ഭഗവാനെക്കുറിച്ച് പറയുമ്പോഴൊക്കെ പറയും ഭഗവാൻ ആത്മാരാമനാണ്. അത് ഏറ്റവും കൂടുതൽ നമുക്ക് രാമായണത്തിൽ കാണാനാവും. നമുക്ക് എഴുത്തച്ഛൻ്റെ രാമായണം എടുത്ത് പരിശോധിച്ചാൽ അതിൽ ശ്രീരാമചന്ദ്ര ഭഗവാനെ സ്ഥിരം നമുക്ക് വിശേഷിപ്പിക്കുന്ന ഒരു വാക്കായിട്ട് കാണാം, ആത്മാരാമനാണ് ഭഗവാൻ. ഇവിടെ ഭഗവാന്റെ കാര്യം പറയുകയാണ്. ഭഗവാനാകട്ടെ ആത്മാരാമനാണ്, ആ തൻ്റെ ഉള്ളിൽ തന്നെ വിഹരിക്കുന്നവനാണ്, ആ പരമാനന്ദത്തിൽ വിഹരിക്കുന്നവനാണ് അല്ലയോ ഭഗവാനെ അങ്ങ്. പിന്നെയോ മധുവെന്ന അസുരൻ്റെ ശത്രുവായിട്ടുള്ളവനാണ് ഭഗവാനെ അവിടുന്ന്. അപ്പോൾ അങ്ങനെയുള്ള അല്ലയോ ഗുരുവായൂരപ്പ ഭഗവാനെ അവിടുന്ന് എല്ലാവരുടെയും മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥന അങ്ങയുടെ എല്ലാ ഭക്തരുടെയും ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള എല്ലാ രോഗങ്ങളെയും ഭഗവാനെ അവിടുന്ന് നീക്കിത്തരയണമേ. നമുക്കും ഈ ഒരു പ്രാർത്ഥന തന്നെ ഭഗവാന്റെ മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് ഈ ഒരു ദശകം ഇവിടെ പൂർത്തിയാവുകയാണ്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. മുനീന്ദ്രൈരിത്യാദിസ്തവനമുഖരൈർമോദിതമനാ മഹീയസ്യാമൂർത്യാ വിമലതരകീർത്യാ ച വിലസൻ
സ്വധിഷ്ണ്യം സംപ്രാപ്തഃ സുഖരസവിഹാരീ മഥുരിപോ നിരുന്ധ്യാരോഗം മേ സകലമപി വാതാലയപതേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇനി നമുക്ക് ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ആദ്യത്തെ ഒരു വരി മുഴുവനും തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ് എന്ന് പറയുകയുണ്ടായി. മുനീന്ദ്രൈരിത്യാദി സ്തവനമുഖരൈർമോദിതമന. അവിടെ മുനീന്ദ്രൈ ഇത്യാദിയാണ്. അപ്പോൾ ആ രായുടെ ഇകാരം എടുത്തു പറയുക. മുനീന്ദ്രൈരിത്യാദി സ്തവനമുഖരൈർമോദിതമന. പിന്നെ അടുത്തത് മൂന്നാമത്തെ പാദത്തിലേക്ക് വരുമ്പം സംപ്രാപ്ത സുഖരസവിഹാരി, അതും ചേർത്ത് തന്നെ വായിക്കുക. ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ് ഈ ഒരു ശ്ലോകത്തിലുള്ളത്. ഹരേ കൃഷ്ണ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം.